നമസ്കാരം. വിദേശ രാജ്യങ്ങളുമായുള്ള കരാറുകളിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് തന്നെയാണ് എല്ലായ്പ്പോഴും മുൻതൂക്കം നൽകുന്നതെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആഗോള സാമ്പത്തിക ഇടപെടലിന്റെ കാര്യത്തിൽ വ്യാപാര കരാറുകൾ എല്ലായ്പ്പോഴും ഒരു പ്രധാന സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൂടുതൽ പ്രസക്തമാണ്. നിലവിൽ ഞങ്ങൾ 3 പ്രധാന ചർച്ചകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനുമായും യുണൈറ്റഡ് കിങ്ഡവുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ, അമേരിക്കയുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാറും ന്യൂസിലൻഡുമായും ചർച്ചകൾ ആരംഭിച്ചു. മറ്റ് ചിലത് ഇതിനകം തന്നെ ചർച്ചയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ആദ്യം എന്ന സമീപനം ഇന്ത്യ പിന്തുടരുമെന്ന് എസ് ജയശങ്കർ ഉറപ്പു നൽകി. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇന്ത്യ ആദ്യം എന്ന സമീപനം സ്വീകരിക്കുമെന്ന് വ്യക്തമാണ്. നമ്മുടെ മുൻകാല സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഭൂരിഭാഗവും ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളുമായാണ്. അവ പലതും മത്സര സ്വഭാവമുള്ളവയാണ്. ഗൾഫ്, പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥകളുമായി ഇടപഴകി മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥ അവതരിപ്പിക്കുന്നതിന് ഒരു സാമ്പത്തിക യുക്തി മാത്രമല്ല, തന്ത്രപരമായ യുക്തിയും ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകക്രമം എന്നത് ഒരു പാശ്ചാത്യ മിത്താണെന്നും അത് കാലഹരണപ്പെട്ടതാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു. ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ആഗോള നിയമങ്ങൾ പരിണമിക്കണമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ലോകക്രമം പടിവാതിൽക്കലാണെങ്കിലും വെല്ലുവിളികൾ ഉയർന്നു വന്നാൽ ഇന്ത്യ ലോകത്തിന് മുന്നിൽ സ്തുതിപാഠകരാവില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകം നേരിടുന്ന വളരെ വലിയ പ്രശ്നങ്ങൾ മുൻപും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ രാജ്യങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് അവയെ വിളിച്ചു പറയാൻ ധൈര്യമില്ലെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. കണക്ടിവിറ്റി എന്താണെന്ന് ലോകം അംഗീകരിക്കണമെന്ന് പറഞ്ഞ ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു ഇന്ത്യ. എന്ത് ബന്ധിപ്പിക്കണമെന്ന് ഒരു രാജ്യത്തിന് തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ നോക്കൂ, അവരിൽ എത്ര പേർ സംസാരിച്ചു. ജയശങ്കർ ഇത് വ്യക്തമാക്കി. ലോകം മാറ്റത്തിന്റെ പടിവാതിൽക്കലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവസരങ്ങളുടെയും വെല്ലുവിളികളുടെയും കാര്യത്തിൽ മാറ്റം നല്ലതാണോ ചീത്തയാണോ എന്ന് കാലം തെളിയിക്കും. പക്ഷേ നമുക്ക് എങ്ങനെയോ നഷ്ടപ്പെട്ട ലോകത്തിന് വേണ്ടി സ്തുതിഗീതം പാടിക്കൊണ്ട് ഞാൻ ചുറ്റി നടക്കുന്നത് നിങ്ങൾ കാണില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും പുതിയ നേട്ടങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഭാരതം. വെബ് ഡെസ്ക് തത്തുമൈ TV.